അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജുമാ നമസ്കാരത്തിന് 40 ആളുകൾ വേണ്ടതുണ്ടോ? 40 ആളുണ്ടെങ്കിലേ ജുമാ നമസ്കാരം നിർവഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പലപ്പോഴും പല ആളുകൾക്കുമുള്ള സംശയമാണ്. നാം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 ആൾ ഇല്ലാതെ തന്നെ ജുമാ നമസ്കരിച്ചതായി, ജുമാ നമസ്കാരം നടത്തിയതായൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ എന്ന ആയത്തിന്റെ തഫ്സീർ വിശദീകരിക്കുമ്പോൾ ഒട്ടുമിക്ക മുഫസ്സിരീങ്ങളും പറയുന്നത്, പ്രവാചകൻ ആ ഖുത്ബ നടത്തുന്ന വേളയിൽ, ജുമാ നമസ്കരിക്കുന്ന വേളയിൽ 40 പേർ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ 40 പേർ വേണം എന്ന് കൃത്യമായൊരു നിബന്ധനയില്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ പരിശോധിച്ചാൽ, ഇബ്ൻ അബൂ സൗർ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ് അബൂ സൗർ. അദ്ദേഹം പറയുന്നത്, അൽ ജുമുഅത്തു കസാഇരി സ്വലവ, മറ്റു നിസ്കാരം പോലെ തന്നെയാണ് ജുമുഅ എന്ന് പറയുന്നതും. മത്തകാന ഹുനാക മഅ്മൂമുൻ വ ഖതീബുൻ സ്വഹ, മഅ്മൂമും ഖതീബും ഉണ്ടെങ്കിൽ തന്നെ ജുമ ശരിയാകും, അവിടെ കൃത്യമായി എണ്ണമില്ല എന്ന രൂപത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് റഹ്മത്തുൽ ഉമ്മ ഫി ഇഖ്തിലാഫിൽ അഇമ്മ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ ഹാവിലിൽ ഫതാവയിൽ ഈ ചർച്ച കാണാം. ലിഅന്നഹു ലം യസ്ബുത് ഫി ഷൈഇൻ മിനൽ അഹാദീസി തഈനു അദദിൻ മഖ്സൂസ, കൃത്യമായി എണ്ണം വേണം എന്ന് പറയുന്ന ഹദീസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പോൾ ജുമാ നമസ്കാരത്തിൽ ഇത്ര പേര് വേണമെന്ന് പറയുന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വാന ഉബൈനു ദാലിക അമശ്തിറാത്തു 80 ഔ 30 ഔ 20 ഔ 9 ഔ 7 ഫലാ മുസ്നദ ലഹുൽ ബത്ത, അതായത് 80 പേര് വേണം, അതേപോലെ 30 പേര് വേണം, 20 പേര് വേണം, 9 ആളുണ്ടാവണം, 7 ആളുണ്ടാവണം, 40 പേര് വേണം, ഇങ്ങനെയൊക്കെ എണ്ണം പറയുന്നതിൽ കൃത്യമായ അവലംബനീയമായ പ്രമാണങ്ങളൊന്നുമില്ല. വമ്മല്ലദീ ഖാല ബിസ്നൈനി ഫഇന്നഹു റഅൽ അദദ് വാജിബുൻ ബിൽ ഹദീസ് ഫിൽ ഇജ്മാ, 2 ആൾ ഉണ്ടെങ്കിൽ തന്നെ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിലൊക്കെ 2 ആളുണ്ടെങ്കിൽ തന്നെ ഒരു ജമാഅത്തായി പരിഗണിക്കാവുന്നതാണ്. വറഅ അന്നഹു ലം യസ്ബുതു ദലീലുൻ ഫി ഇഷ്തിറാത്തി അദദിൻ മഖ്സൂസ, കൃത്യമായൊരു എണ്ണം എന്നുള്ളത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വറഅ അന്നഹു അഖല്ലൽ അദദി ഇസ്നാനി ഫഖാല ബിഹി ഖിയാസൻ അലൽ ജമാഅ, ജമാഅത്തിന് 2 പേര് മതി എന്ന അടിസ്ഥാനത്തിൽ ഖിയാസ് നടത്തിക്കൊണ്ട് ഞാൻ കാണുന്നത് കുറഞ്ഞത് 2 പേരുണ്ടെങ്കിലും ജുമാ നടത്താം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, 2 പേരുണ്ടെങ്കിൽ ജുമാ നടത്തണം എന്ന അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇമാം സുയൂത്തി പോലും കൃത്യമായൊരു എണ്ണം ഈ വിഷയത്തിൽ നിർവചിച്ചുകൊണ്ട് ഹദീസ് വന്നിട്ടില്ല. ജമാഅത്തിന് 2 പേർ എന്ന നിബന്ധന തന്നെ ജുമുഅക്കും ബാധകമാണ് എന്ന രൂപത്തിലുള്ള ചർച്ച അദ്ദേഹം നടത്തുന്നുണ്ട്. അത് ഷാഫി ഫിഖിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം സുയൂത്തി. ജലാലൈനി തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇമാം അഹ്ലിയുടെ കൂട്ടത്തിൽ ഇമാം സുയൂത്തി. അൽ ഹാവിലിൽ ഫത്താവ ഷാഫി മദ്ഹബിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഗ്രന്ഥമാണ്. അവിടെ പോലും 40 ആൾ വേണം എന്നൊരു നിബന്ധന പറയുന്നില്ല. പിന്നെ 40 ആൾ ഉണ്ടാവണം എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ ദുർബലമായ റിപ്പോർട്ടുകളാണ്. അപ്പോൾ അത്യാവശ്യം ഒരു ജുമാ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ആളുണ്ടെങ്കിൽ അത് 40 പേരാകണമെന്നില്ല. അതിൽ കുറവാണെങ്കിൽ പോലും ജുമാ നമസ്കരിക്കാം. 40 ആളില്ല എന്ന് പറഞ്ഞിട്ട് ജുമാ നമസ്കരിക്കാം, ളുഹർ നിസ്കരിക്കേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകെ തുക എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.